നേരെ സന്ധ്യയായിട്ടോ. ആ ദൂരെ കാണുന്നത് നമ്മുടെ അമ്പിളിമാമനാണ്. അപ്പം ഞാനിന്ന് പോകുന്നത് ഏട്ടൻ്റെ തറവാട്ട് ക്ഷേത്രത്തിലേക്കാണ്. നാഗപ്പാട്ട് ഉത്സവത്തിനാട്ടോ പോകുന്നത്. എൻ്റെ തലയിലുള്ള ക്ലിപ്പ് രസമില്ലേ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ. ഇതിൻ്റെ വേറെ 2-3 കളേഴ്സ് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ക്ലിപ്പിനോട് ഭയങ്കര ക്രേസുള്ള ആളാണ്. ഈ ഓഫീസിൽ പോകുമ്പോൾ മാറി മാറി ഇടാമല്ലോ. അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടോ. പപ്പയും ഹസ്ബൻഡും മോനും ഉള്ളത്. അമ്മ നേരത്തെ പോയിട്ടോ, ഉച്ചക്കേ പോയി. അപ്പം ഇത് നേരത്തെ രാവിലെ പരിപാടിയൊക്കെ തുടങ്ങും. പക്ഷെ നമ്മുടെ കളമെഴുത്തും കാര്യങ്ങളൊക്കെ രാത്രിയാണ് ഉണ്ടാവാറ്. അപ്പോൾ കടുകംവള്ളി നാഗപ്പാട്ട് ഉത്സവമാട്ടോ, അവരുടെ തറവാട്ട് പേരാണ്. അപ്പോൾ ഞങ്ങളെത്തി. ഞാൻ മാരേജിന് ശേഷം കേട്ടോ ഇങ്ങനത്തെ ഒരു നാഗപ്പാട്ട് ഉത്സവമൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. അതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഈ ഒരു നാഗപ്പാട്ട് ഉത്സവമൊന്നും കണ്ടിട്ടേ ഇല്ല. അപ്പോൾ മോണ്ടന് കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവൻ എല്ലാം ഏട്ടൻ്റെ അമ്മേനെ സോപ്പിട്ടിട്ട് അതൊക്കെ കയ്യിൽ ഒപ്പിച്ചു എങ്ങനെയെങ്കിലും. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ഇതൊക്കെ ആൻറ്റിമാരാട്ടോ, അമ്മയുടെ സിസ്റ്റേഴ്സാണ് മൊത്തം എല്ലാവരും. അപ്പോൾ ഇതാണ് കളം. ഒരു പ്രത്യേക ഭംഗിയാട്ടോ, ഒരു പ്രത്യേക ഒരു ഐശ്വര്യമാണ് അത് കാണുന്ന സമയത്ത് തന്നെ. അപ്പോൾ നമ്മൾ കുറച്ച് ഏട്ടൻ്റെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് കുറച്ച് സംസാരിച്ചിരുന്നു. രാത്രി തുടങ്ങിയാൽ പുലർച്ചെ 4 മണി വരെ ഈ ഒരു ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഓരോ ചടങ്ങുകളില്ല, അതൊക്കെ ഉണ്ടാവും. സമയം 12 മണിയായിട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തായിരുന്നു നമ്മുടെ താലപ്പൊലി. അപ്പോൾ കുറേ പേര് താലപ്പൊലിക്കായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേറെ സ്ഥലത്തേക്കാണ് ഇവരെല്ലാവരും പോകുന്നത്. അവിടെ നിന്ന് തിരിച്ചു വരിക. അവിടെയാണ് അമ്പലം ശരിക്കത്തെ. അവിടെ നിന്നാണ് തിരിച്ചിങ്ങോട്ട് വരിക. അപ്പോൾ അവിടെ നിന്ന് അവരെല്ലാവരും കൂടി കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചിങ്ങോട്ടേക്ക് വന്നു കേട്ടോ, താലൊക്കെ ആയിട്ട് കളത്തിൻ്റെ അടുത്തേക്ക് തന്നെ. എന്നിട്ട് അവിടെ നിന്ന് തൊഴുതിട്ട് പിന്നെ വേറെ എല്ലാവരും മാറിപ്പോവുക ചെയ്യുക കേട്ടോ. പിന്നെ കളത്തിൻ്റെ അവിടെ ആരും ഉണ്ടാവില്ല. ഈ 2 കുട്ടികളാണ് കളത്തിൻ്റെ അടുത്ത്, 2 കുട്ടികളെ കളത്തിൻ്റെ അടുത്ത് ചെണ്ടകൊട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം കളത്തിന് ചുറ്റും പിന്നെയും പൂജകളൊക്കെ നടന്നു കേട്ടോ. എല്ലാം നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞു. സമയം പുലർച്ചയായിട്ടോ, ഒരു 2:30-3 മണിയായി. അപ്പോഴത്തേക്കും നമ്മുടെ മോണ്ടനൊക്കെ ഉറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇറങ്ങി കേട്ടോ ആ സമയമായപ്പോൾ, പുലർച്ചയായപ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.